ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നാം ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിന് മുൻപിൽ യേശുവിനെ ഉയർത്തിക്കാട്ടുവാൻ ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തി കളയുകയുമരുത്. അതിനായി ലോകം തരുന്ന ഏത് പദവികളും ഏത് പ്രശസ്തികളും ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകൾ ഇതിന് ഉപോത്ബലകമാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചെയ്യണമെന്നെണ്ണുന്നു. നമുക്കും അതുപോലെ പറയുവാൻ സാധിക്കട്ടെ. ആ യേശുവിനേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരാതിരിക്കട്ടെ. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആപ്തവാക്യം. ഇതാ ഇവിടെ വിക്കി എന്ന പ്രശസ്തനായ ഫുട്ബോളറുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വിക്കി, ഈ ക്ലബ്ബ് എത്ര വലിയ ഇമ്പോർട്ടൻസ് ആണ് നിനക്ക് തരുന്നതെന്ന് അറിയാമല്ലോ. നിന്റെ സ്കിൽസിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ റെക്കോർഡ് പ്രതിഫലം നൽകി പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തത്. താങ്ക് യു മാനേജർ. ഓൾ ഗ്ലോറി ടു അവർ ഓൾമൈറ്റി ഗോഡ്. ഇതാണ് വിക്കി ഇതിന്റെ പ്രശ്നം. നീ ഇങ്ങനെയുള്ള മാനറിസങ്ങൾ വിടണം. എന്ത് പറഞ്ഞാലും യേശുവിനെ ഇടയ്ക്ക് കൊണ്ടുവരിക. അത് മാത്രമല്ല, നീ മറ്റ് ടീം മെമ്പേഴ്സിനോട് യേശുവിനെ പറ്റി പറഞ്ഞ് അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെന്ന് ഞാൻ അറിഞ്ഞു. കോച്ച്, എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സി വിക്കി, ഫിഫയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വന്നിട്ടുണ്ട്. റിലീജിയസ് ഡെമോൺസ്ട്രേഷൻ ഗ്രൗണ്ടിനുള്ളിൽ പാടില്ല. വിക്കിക്ക് ഒരുപാട് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. നൗ ഇഫ് യു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ, യുവർ ഫുട്ബോൾ കരിയർ വിൽ ബി ഇൻ ട്രബിൾ. ഓക്കെ മാനേജർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഹലോ വിക്കി, ഇന്നത്തെ ഫൈനൽ മത്സരത്തെ കുറിച്ച് എന്ത് പറയുന്നു? നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഒപ്പോണൻസ് നല്ല ടീമാണ്, എങ്കിലും പ്രതീക്ഷയുണ്ട്. വിക്കി, മുൻപ് കളിച്ച പല ക്ലബ്ബുകളിൽ നിന്ന് ഒരുപാട് ക്രിറ്റിസിസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് താങ്കളുടെ വിശ്വാസം ഏറ്റുപറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയുമാണത്. പക്ഷേ ഫുട്ബോൾ ഫെഡറേഷനും താങ്കളുടെ ക്ലബ് മാനേജ്മെന്റും താങ്കൾക്ക് അന്ത്യശ്വാസം നൽകിയിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് താങ്കൾ സുവിശേഷം ടീം മെമ്പേഴ്സിനോട് പങ്കുവയ്ക്കുന്നതും യേശുവിനെ കുറിച്ച് പറയുന്നതും ഒക്കെ നിർത്തിയില്ലെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുമെന്നും വിലക്ക് ഏർപ്പെടുത്തും എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? നോ കമന്റ്സ്. ഓക്കെ വിക്കി, ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, ഇന്നത്തെ ഫൈനൽ മത്സരത്തിന് മുൻപേ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയ പുതിയ ക്ലബിലെത്തിയ വിക്കി മത്സരത്തിന് മുമ്പേ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ഒരു മത്സരം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഫീൽഡിലും ഓഫ് ദി ഫീൽഡിലും യേശുവിനെ ഉയർത്തിക്കാട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് ഒരുപാട് കമന്റ്സ് നമ്മുടെ ലൈവ് സ്ട്രീമിൽ വരുന്നുണ്ട്. ഫുട്ബോളിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി തന്റെ വിശ്വാസം ത്യജിക്കൂ എന്ന് കൊച്ചിയിൽ നിന്ന് റാഫി. കൊല്ലത്ത് നിന്ന് ഷിജു കമന്റ് ചെയ്യുന്നത് പണത്തിന് മീതെ പരുന്നും പറക്കില്ല എന്നാണ്. എന്തായാലും കാത്തിരുന്നു കാണാം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഫൈനൽ മത്സരം. അതുപോലെ തന്നെ വിക്കിയിലേക്കും കാത്തിരുന്നു കാണാം. സ്ട്രെയിറ്റ് ടു ദി ഫീൽഡ്. Surging forward with real menace here. Brilliant. Oh, what a goal that is. And the whole of this ground stands and applauds the 19-year-old. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദം പ്രാപിക്കുന്നത് ഏകൻ മാത്രം. രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ നാം നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ അനേകം വെല്ലുവിളികൾ നാം തരണം ചെയ്യേണ്ടതുണ്ട്. ലോകം, പാപം, ജഡം, പിശാച് ഉയർത്തുന്ന വെല്ലുവിളികൾ ആണിതെല്ലാം. അന്ത്യത്തോളം വിശ്വസ്തരായി യാത്ര ചെയ്തെങ്കിലേ നിത്യതയുടെ ശാന്ത തുറമുഖത്ത് നമുക്കെത്തുവാൻ സാധിക്കൂ. ഈ യാത്രയിൽ നമ്മളെ മടിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന പല സംഗതികൾ കടന്നു വരാം. എങ്കിലും സകല സത്യത്തിലും വഴി നടത്തുവാൻ
പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്കൊപ്പമുണ്ട്. ഇതാ നമ്മുടെ ചില കൂട്ടുകാർ രക്ഷിക്കപ്പെട്ട് ഈ സത്യവഴിയിൽ കൂടെയുള്ള യാത്ര തുടങ്ങുവാൻ പോവുകയാണ്. നമുക്ക് അവരുടെ യാത്ര ഒന്ന് കണ്ടു നോക്കാം. ഫെയ്ത്ത്, ഹോപ്പ്, ജോയ്, ഫ്രൂട്ടി, നിങ്ങളെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അന്ത്യം വരെ വിശ്വസ്തരായി ജീവിക്കുക. ഇതൊരു നീണ്ട യാത്രയാണ്, നിത്യത എത്തും വരെയുള്ള നമ്മുടെ യാത്ര. ഫെയ്ത്ത്, ഹോപ്പ്, ഫ്രൂട്ടി, ജോയ്, ഇതൊക്കെ ഒരു കെട്ടുകഥയാണ്. ഞങ്ങളും ചർച്ചിൽ പോകുന്നവരാണ്. റിയൽ അല്ല ഇതൊന്നും. ഇല്ല എൻവി, നിത്യത അതൊന്നു മാത്രമാണ് റിയൽ. ഈ ഭൂമിയിൽ ദൈവം നമുക്കൊരു ചാൻസ് തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പാത തെറ്റായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ശരിയായ പാത തെരഞ്ഞെടുത്തത്. ആ പാത യേശുവാണ്. ആ ഏക മാർഗവും യേശുവാണ്. നിങ്ങളും ഈ നിത്യതയിലേക്കുള്ള പാത തിരഞ്ഞെടുക്കാതെ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാൻ ബുദ്ധിമുട്ടാണ്. സി, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് റിയൽ, ടെക്നോളജി ആണ് റിയൽ, സയൻസ് ആണ് റിയൽ. ഈ പാസ്റ്റർമാർക്ക് പറഞ്ഞു നടക്കുന്ന നിത്യത എന്നൊന്നും. നോ, നെവർ. ഞങ്ങൾ ഈ പാത തിരഞ്ഞെടുത്തു ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് മുൻപോട്ട് പോകണം, നിത്യതയിലേക്ക്. അതെ ചേട്ടാ, ഈ നിത്യതയിലേക്കുള്ള വരി എങ്ങോട്ടാന്ന് അറിയാമോ? നിത്യത, ശരി ശരി. നിങ്ങളിതേ ആ ഒരു വഴി കണ്ടായിരുന്നോ? കണ്ടു 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 അല്ലേ? ആ വഴി പോണ്ട. അവിടുന്ന് നേരെ വലത്തോട്ട് തിരിയണം. പിന്നെ നിങ്ങൾ നേരെ ഇടത്തോട്ട് തിരിയണം. പിന്നെ നിങ്ങൾ പടിഞ്ഞാറോട്ട് പോയിട്ട് അവിടുന്ന് ഒരു ഹൈവേ കയറണം. എവിടെ കയറണം? ഹൈവേ കയറണം. അവിടുന്ന് നേരെ നടന്ന എങ്ങോട്ടാ? നിത്യത. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിത്യതയിൽ എത്തുമ്പോ എന്നെ കൂടെ ഓർക്കണം കേട്ടോ. ഓക്കെ ചേട്ടാ. അതെ ഫ്രണ്ട്സ്, ഇയാൾ പറഞ്ഞ വഴി തെറ്റാണെന്ന് തോന്നുന്നു. നമ്മൾ വചനത്തിൽ വായിച്ചില്ലേ, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിന്റെ അവസാനം നാശവുമെന്ന്. അതെ. ഷോ, ഇപ്പൊ വഴി തെറ്റിപ്പോയനെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിച്ചു. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവവചനം ക്രിയ ചെയ്തു. അങ്ങാരാണ്? ഞാൻ ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ കാണും. സകല സത്യത്തിലും വഴി നടത്താൻ ഐ ആം ദ കംഫോർട്ടർ ആൻഡ് ദി ഹെൽപ്പർ. ഇത് നിങ്ങളുടെ അവസരമാണ്. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഈ യാത്രയെക്കുറിച്ച് വിവരിക്കാം. താങ്കൾ ആരാണ്? ഈ കിടക്കുന്നത് ആരാണ്? ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണം. ഹലോ, ഞാൻ MDMA. ഈ കിടക്കുന്നത് ഹോപ്പ്ലെസ്. ഞങ്ങൾക്കൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ചെറിയ സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ ഒരു ഹോബിയാണേ. ബൈ ദ വേ, നിങ്ങളൊക്കെ എവിടെ പോകുന്നു? എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഞാൻ ഹോപ്പ്, ഇത് ജോയ്, ഫ്രൂട്ടി, ഫെയ്ത്ത്, പിന്നെ ഇത് ഞങ്ങളുടെ ഹെൽപ്പർ. ഹെൽപ്പറോ? സത്യം പറ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ നല്ല മരുന്നാണല്ലേ. നിങ്ങൾ 5 പേരെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി, പക്ഷെ എനിക്ക് 4 പേരെ കാണാൻ കഴിയുന്നുള്ളൂ. ഞങ്ങൾ നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഹെൽപ്പറെ നിങ്ങൾക്ക് കാണുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണം. യേശുവിന് നിങ്ങളുടെ ഈ പാപച്ചങ്ങലകളെ അഴിക്കുവാൻ സാധിക്കും. എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഈ കിടക്കുന്ന മനുഷ്യനെ കണ്ടോ? പുള്ളിക്കാരൻ ഓൾറെഡി നിത്യതയിലാണ്. കണ്ടോ, എന്ത് സുഖകരമായ നിദ്ര. ഈ നിത്യമായ സന്തോഷം അനുഭവിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരൂ ഫ്രണ്ട്സ്, കടന്നു വരൂ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി.
ഇതൊരു യാത്രയാണ്. ഇനി എത്ര ദൂരമുണ്ട് നിത്യയുടെ കവാടം വരെ? അതെ, ഇതൊരു വളരെ ബോറിംഗ് യാത്ര തന്നെ. കാലുകൾ വേദനിച്ചിട്ട് വയ്യ, വല്ലാത്ത ക്ഷീണം. ജോയ്, ഫ്രൂട്ടി, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതൊരു വിശ്വാസ യാത്രയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് യാത്ര തുടരാം. നോക്കൂ ഫ്രണ്ട്സ്, നമ്മെ മടുപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും നിന്ദകളും ഒക്കെ ഈ യാത്രയിൽ കടന്നു വരും. പതറരുത്. സഹോദര, താങ്കളല്ലേ ഞങ്ങൾക്ക് മുമ്പേ ഓടിപ്പോയത്? അതെ അതെ, ഞാൻ നിത്യത ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു. അല്പം വിശ്രമം, അത്രേ ഉള്ളൂ. എങ്കിൽ ഞങ്ങൾക്കൊപ്പം പോന്നോളൂ. ഞങ്ങളും ആ നിത്യത നോക്കി യാത്ര തുടങ്ങിയതാ. ഓ, വെരി ഗുഡ്. ഞാൻ ഒരുപാട് നാളായി ലോകവുമായി ഒരു ബന്ധമില്ലാതെ നടക്കിയത്. ഇതിനിടെ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യവും ഞാൻ അറിഞ്ഞില്ല. എത്ര ഫ്രണ്ട്ഷിപ്പ് നഷ്ടമായി, എത്ര റീൽസുകൾ കാണാൻ പറ്റിയില്ല, എത്രയോ പുത്തൻ ഗെയിമുകൾ, മൂവികൾ, വെബ് സീരീസ് എല്ലാം മിസ്സായി. ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് എടുത്തു, എല്ലാത്തിലും ഒന്നും കൂടി എൻഗേജ്ഡ് ആയി. ബ്രദർ റേസ്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. അക്കരെയാണ് നമ്മുടെ ശാശ്വത നാട്. അവിടെ കർത്താവ് നമുക്കായി പണി കഴിപ്പിക്കുന്ന ഒരു നഗരമുണ്ട്. നോ പ്രോബ്ലം ഗൈസ്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആത്മീകമായി പുറമോട്ടൊന്നും പോയിട്ടില്ല. ഒരു ചെറിയ ബ്രേക്ക്, അത്രേ ഉള്ളൂ. നിങ്ങളും ഇരിക്കുക, നിങ്ങൾക്കും യൂസ് ചെയ്യാൻ നല്ല ഫോണുകൾ, ടാബുകൾ ഇവിടെ ഉണ്ട്. ബ്രദർ റേസ്, അന്ത്യം വരെ വിശ്വസ്തരായി നിന്നെങ്കിലേ നമുക്ക് ജീവകിരണം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഈ മൂവീസും ഗെയിംസും റീൽസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുമല്ല, വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോകുന്നുണ്ട്, പരസ്യങ്ങളും നടത്തുന്നുണ്ട്, ബൈബിൾ കോളേജിൽ പഠിക്കുന്നുമുണ്ട്. കർത്താവിന് വേണ്ടി ഞാൻ ഫുൾ ബിസിയാണ്. എന്നാ പിന്നെ നിങ്ങളങ്ങ് യാത്ര തുടർന്നാട്ടെ. ഞാൻ റേസിനൊപ്പം അല്പം റെസ്റ്റ് എടുത്ത് പതുക്കെ അങ്ങ് വരാം. ഓ ജോയ്, പ്ലീസ്, നമുക്കിവിടെ വിശ്രമിക്കാൻ സമയമില്ല. നാം ഒരു ഓട്ടക്കളത്തിലാണ്. സ്ഥിരതയോടുകൂടെ ഓടിയെങ്കിലേ ബിരുദ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതേ ജോയ്, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ലോകസുഖങ്ങളെ വെടിഞ്ഞുള്ള യാത്രയാണിത്. ഗൈസ്, എനിക്ക് മടുത്തു. ഞാൻ ഇനി അല്പം റെസ്റ്റ് എടുക്കട്ടെ. എന്നെ ഇപ്പോൾ വിളിക്കേണ്ട, ഞാൻ വന്നുകൊള്ളാം. നിങ്ങൾ യാത്ര തുടരൂ. ഓട്ടക്കാലത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നത് ഏകൻ മാത്രം. ഹലോ, നിങ്ങൾ സ്പേസിലേക്ക് പോകാൻ വന്നവരാണോ? അല്ല, ഞങ്ങൾ നിത്യതയിലേക്കാണ്. കുറെ ദിവസങ്ങളായി യാത്ര തുടങ്ങിയിട്ട്. ഇപ്പോൾ നല്ലൊരു ഓഫർ ഉണ്ട്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷനിൽ നിന്നും നിത്യതയിലേക്ക് പോകാം. അല്പം കാശ് ചെലവുണ്ടെന്നേ ഉള്ളൂ. ഇതാ നിങ്ങളുടെ പുറകിൽ ഒരു ക്യൂ കണ്ടില്ലേ? എന്നാ തിരക്ക്! എല്ലാരും നിത്യതയിലേക്ക് പോകുവാണ്. ഞാൻ ജീവിതം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്ത് കുറെ സമ്പാദിച്ചു. ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ യാത്ര തരപ്പെടുത്തിയത്. സഹോദരി, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് നിത്യതയിലെത്താൻ സാധിക്കില്ല. സത്യസുവിശേഷം നിങ്ങൾ കേൾക്കണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഈ ലോകത്തിന്റെ പാപച്ചെളിയിൽ കിടന്ന എന്നെ ഇവരിൽ കൂടെ കർത്താവ് വീണ്ടെടുത്തതാണ്. നിത്യതയിലെത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല സഹോദരി. എന്നെ നിങ്ങൾ വഴിതെറ്റിക്കാൻ നോക്കണ്ട. ഒരു പ്രവാചകൻ എന്നോട് ദൂത് പറഞ്ഞതാ. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്ത പോലെ ദൈവം നിന്നെ ചില റോക്കറ്റിൽ കയറ്റി സ്വർഗത്തിൽ എത്തിക്കുമെന്ന്. എന്നെ തടയാൻ ശ്രമിക്കേണ്ട. സഹോദരി, ഇത് അന്ത്യകാലമാണ്. വചനം എന്തു പറയുന്നു? കള്ളപ്രവാചകന്മാരും എതിർ ക്രിസ്തുവും കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന കാലമാണിവ. ഹോപ്പ്, ഈ പറയുന്നത് സത്യമാണെങ്കിലോ നല്ല കംഫർട്ടബിൾ ആയി നമുക്ക് നിത്യതയിൽ എത്താമല്ലോ. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോകുവാണ്. കുറച്ചു കാലം സമ്പാദിക്കട്ടെ, എന്നിട്ട് ഈ സ്പേസ് സ്റ്റേഷനിൽ വരാം. അതിനു മുൻപ് ഞാൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഫ്രൂട്ടി, പോകരുത്. ഇതൊരു ചീറ്റിംഗ് ആണ്. നോ, എന്നെ തടയരുത്. നിങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങ് എത്തിയേക്കാം. ഇനിയുള്ള യാത്ര ദുഷ്കരമാണ്. നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഞാൻ ഒരുക്കിയ കെണികൾ അതിജീവിച്ച് നിങ്ങൾ ഇവിടെ വരെ എത്തിയല്ലേ? ഇനിയും നിങ്ങളെ മുൻപോട്ട് നീങ്ങാൻ ഞാൻ വിടില്ല. നിങ്ങളുടെ ചില കൂട്ടുകാർ ഞാൻ ഒരുക്കിയ കെണിയിൽ വീണു. അവരിപ്പോൾ നരകത്തിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ ചെയ്ത കൊടും പാപങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട്. നിങ്ങളെ ഞാൻ നിത്യതയിലെത്തിക്കില്ല. നിങ്ങൾ എന്റെ അടിമകളാണ്.
ഇല്ല, അവർ യേശുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. അവർ യേശുവിന്റെ അവകാശികളാണ്. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട പല പൂർവ്വ ഭക്തന്മാരുടെ പട്ടികകൾ എടുത്തു നോക്കിയാൽ അവർ ഓരോരുത്തരും യേശുവിന് പിൻപേ പോകാൻ ഉറച്ചവരാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഭക്തന്മാരുടെയൊക്കെയും ജീവിതത്തിൽ പല ശോധനകൾ കടന്നു വന്നു. ചിലർക്ക് പരിഹാസമേൽക്കേണ്ടി വന്നു, നിന്ന് സഹിക്കേണ്ടി വന്നു, കല്ലേറേൽക്കേണ്ടി വന്നു, വാളാൽ കൊല്ലപ്പെടുവാൻ ഇടയായി. ഈ ഉപദ്രവങ്ങളുടെയും കഷ്ടങ്ങളുടെ നടുവിൽ അവർ യേശുവിന് പിൻപേ പോകുവാൻ തീരുമാനമെടുത്തു. വാളിന്റെ വായ്ത്തലക്കൽ മുമ്പിൽ നിൽക്കുമ്പോഴും അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ പിന്തുടരുവാൻ പോകുന്നു, ഞങ്ങൾ ഒട്ടും പിന്മാറുകയില്ല. അങ്ങനെ ധീരമായ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചവരാണ് അവരോരോരുത്തരും. ഇത് നമുക്കിവിടെ ഈ കാടിനുള്ളിലേക്ക് ചെല്ലയും കുടുംബവും താമസിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു ചെല്ലാം. അവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നതിന്റെ വലിയ സന്തോഷത്തിലാണ് ആ കുടുംബം. നമുക്ക് അവർക്കൊപ്പം പങ്കുചേരാം. അപ്പൊ ചെല്ലയ്യ സായിപ്പ് പോകുകയാണ് കേട്ടോ. I'm leaving you with a large sum of money. It is Jesus. Jesus will change your life. I'm going back now. I'm far away in body, but in spirit I'll see you by my side. I'll pray for you, dear my brother Matai Kuti. You should visit them and help them whenever you have time. Yeah. Don't worry, sir. Not only sometime. I am all time. You go. No problem. അതായത് ചെല്ലയ്യ സായിപ്പ് പറഞ്ഞത് കേട്ടോ. മണി, ഡോളേഴ്സ്. സായിപ്പ് പൈസ ഇങ്ങോട്ട് അയച്ചു തരും. യേശുവിനെ തള്ളി പറയരുത്. എന്നെ പോലെ ധൈര്യമായി നിന്നോണം. ஆமாவா, நங்களுக்கு இயேசு மதி. இயேசு நங்களுக்கு எல்லாம் அல்ல, நங்களுக்கு பணம் வேண்டாം. വെരി ഗുഡ് ചെല്ലയ്യ. വാ, നമുക്കൊരു സെൽഫി എടുക്കാം, എന്നിട്ട് വേണം അടുത്ത ഫണ്ട് ഇറക്കാൻ. ഇന്നലെ ഡിന്നറിനടുത്ത ആ റാറ്റ് ഫ്രൈ ഉണ്ടോ? ഓ സോറി, റാറ്റ് എന്നാൽ എലി. എലി ഉണ്ടെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. ஐயா, கொஞ்சம் கப்பப்புழிக்கு இருக்குது, கொஞ்சம் எடுக்கட்டுமா? ഹലോ അച്ഛാ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കുടുംബത്തെ കൂടെ രക്ഷിച്ചിട്ടുണ്ട്. എത്ര പ്രയാസപ്പെട്ടിട്ടാണെന്ന് അറിയാമോ? ഓക്കെ, ഞാനിപ്പോ ഫോട്ടോ എടുത്ത് അയക്കാം. നമ്മുടെ അമേരിക്കയിലെ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തേക്ക്. ആ അമ്പും വില്ലും കൂടെ പറയായിരുന്നു. ഒന്നും കൂടെ അയച്ചേക്കാം. അച്ഛാ, അതുപോലെ അമ്പും വില്ലും പിടിച്ചുള്ള ഫോട്ടോ അയക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിപ്പോ അയച്ചു തരാം. ഇവിടുത്തെ വീടും കാടും എല്ലാം ഇട്ടേക്കാം. എല്ലാം ഒന്നും മനസ്സറിഞ്ഞ് ചെയ്യണേ. എന്റെ അച്ചായ, ഇവിടൊക്കെ വലിയ കഷ്ടപ്പാടാ. நான் நல்ல கருப்பட்டி காப்பி எடுக்கட்டுமா? அப்பா, எனக்கு படிக்க நல்ல ஆசை இருக்கப்பா. இவசம் சொல்லித்தர മാമനോട് ചൊല്ലുങ്ങപ്പാ. അയ്യോ മോളെ, മാമൻ നാട്ടിൽ പോയി തിരിപ്പി വന്ന് എല്ലാം ചൊല്ലിത്തരാം. ஐயா, மூப்பனும் நிறைய ஆட்காரும் വരുന്നുണ്ട്. இந்த ஐயாய കാണിച്ചു കൊടുക്ക വേണ്ട. അയ്യോ, എന്റെ ഫണ്ട്. ഡോണ്ട് വറി, നിങ്ങൾ എന്തിനു പേടിക്കണം, ഞാനില്ല ഇവിടെ. ചെല്ലയ്യ, നീ കുലദൈവങ്ങൾക്ക് നീചകാര്യം ചെയ്ത அந்த சாபம் ഈ ദേശത്തിന് വന്നു പോச்சு. இந்த தேசவாசிகள் யாரு? இந்த ஊரில் കാലുകുത്തിയ നീ யார்? முப்பா, நமக்கு சத்திய வழி காட்டித்தரான் வந்த ஆள் இது. ഞങ്ങൾക്ക് യേശുവിനെ കിട്ടി, அவர்தான் சத்திய தெய்வம். ചെല്ലയ്യ, കുലദൈവങ്ങൾക്ക് പകരം യേശുവാ. ശാപം, ശാപം, ഈ ഊർക്ക് ശാപം. നീ യാർ? അയ്യോ അയ്യാ, ഞാനൊരു പാവം വഴിപോക്ക, വഴിതെറ്റി വന്നതാ അയ്യാ, മാപ്പാക്കണം. ஐயா ஐயா, അങ്ങനെ சொல்ல വേണ്ട. യേശുവിന്റെ ആള് എന്ന് சொல்லയ്யா. നീ യാർ? നിനക്ക് യേശുവിനെ തെരിയുമാ? അയ്യോ, എനിക്ക് യേശു ആരാന്ന് തെരിയമാട്ടെ.
ஐயோ അങ്ങനെ சொல்லாதയ്യ യേശുദാ നമുക്ക് മുഖ്യം. ആഹാ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. എനിക്ക് നാട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉള്ള, എനിക്ക് ജീവിക്കണം. ചെല്ലയ്യ, ഇപ്പോ യേശുവിനെ തള്ളിപ്പറഞ്ഞ നിനക്ക് എന്താ ഊരി നിൽക്കേ? ஐயா യേശു അപ്പാവെ തള്ളി പറഞ്ഞിട്ട് എங்களுக்கு ഒരു ജീവിതം ഇല്ലയ്യ. ഇവർക്ക് ചൊല്ലിക്കൊടുത്ത നീ തന്നെ പറ, യേശുവിനെ തള്ളിപ്പറയാ. അയ്യാ എനിക്ക് യേശു ആരാന്ന് പോലും അറിയില്ല. ഞാൻ പാവം ഒരു സായിപ്പ് വന്ന് ചൊല്ലിയതാ. എനിക്കൊന്നുമേ தெரியாது. എന്നെ വെറുതെ വിടുങ്കോ. മാമാ യേശു അപ്പയെ തള്ളി പറയാതപ്പാ. ഇവനെ ഇന്ന് വൈകിട്ട് തീയിൽ ചുട്ടെടുക്കും. കുലദൈവങ്ങൾക്ക് ഇവൻ താൻ ഇന്നേക്ക് ബലി. എന്റെ ചെല്ലമാമ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഒന്ന് പറ, എന്നെ വെറുതെ വിടാൻ ഒന്ന് പറ. ഇയാൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ല. നിന്റെ കുളന്തകളെ ഇപ്പൊ കൊന്നു കളയും. യേശുവിനെ തള്ളിപ്പറ. വേണ്ടയാ യേശുവിനെ തള്ളി പറയണ്ടയാ. ഹേ രാജമാണിക്യം, இப்போ என்ன நீங்க சொல்றது? இல்லையா இல்லையா, எனக்கு യേശുதான் முக்கியம். ஐயா ஏசையா, என்னோட பிள்ளை போச்சு. இப்போ தள்ளிப்பற செல்லையா. ഇനി യേശുവിനെ വേണോ പറ. കുലദൈവങ്ങളോട് മാപ്പ് പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറ. ഇല്ല ഇല്ല. നിന്റെ കുളന്തകൾക്ക് പുറകെ നിന്റെ പൊണ്ടാട്ടിയെയും കൊല്ലും. ഏറെ ഇപ്പോ തള്ളിപ്പറ. എന്റെ ചെല്ലമ്മാമ ഒന്ന് പറ, അങ്ങനെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ട്. இல்லையா, என் இயேசுவுக்கு மேலே எதுவுமே இல்லையா. ஏசையா, அப்பா ஏசையா, எனக்கு சக்தி தரும். இதுதான் எல்லாവർക്കും சிசை. குல தெய்வங்களுக்கு மீதே எதுவுமே இல்லை. இப்போ യേശുവേ തള്ളിപ്പറായി. സ്വന്തം ജീവൻ താൻ എല്ലാവർക്കും മുഖ്യം. எங்களுக்கு வேண்டி பிராணம் தந்தார் இயேசு அப்பாவை நான் தள்ளி பரமாட்டேன். இயேசுதான் எனக்கு ஜீவன துல்லியம். நான் சத்து போயாச்சா அந்த வான கோணத்தில் அவன் என்னையும் சேர்த்து கொள்ளும். என்னோட செம்பகம் போயாச்சு, என்னோட பசங்கள் போயாச்சு. நானும் இயேசுவின் பின்னாலே போகும். ஏசையா, அப்பா ஏசையா. செல்லையா, இந்த இயேசு வாரு. நீ இந்த இயேசுவனை காதலிக்கிறதாக்கு என்னை இந்த மாதிரி. ஐயோ நான் மகா பாபி. அந்த இயேசுவுக்காக சொந்த ஜீவனை பலி கொடுத்தல்லோ செல்லையா. இயேசுவே, இப்படி நேசிப்பதினாலே நான் உன்னை மதிக்கிறேன். நானும் இந்த இயேசுவே வணங்குகிறேன். ஊர்வாசிகளே, இயேசுதான் உண்மையாய் നമുക്ക് ദേവൻ. യേശുവെ പോലെ ഒരുവൻ ആരുണ്ടു? இந்த ചെല്ലയ്യ நேசித்த இயேசுவே எனக்கு வேணும். உண்மையே നമുക്കെല്ലാവർക്കും വേണം. യേശയ്യ, ഈ പാപിയാൽ എന്നെ കൈക്കൊള്ളണേ. നിജമാ നീ யாருன்னு தெரியாம நான் ഈ കൊടും പാപം ചെയ്ത് മன்னிச்சிடுங்கோ മன்னிச்சிடுங்கோ യേശുദേവാ. പോകാനുറച്ചു
യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ